ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ പലഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1.5 കപ്പ് ദോശമാവാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അരി ഉഴുന്നൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ദോശമാവ് 1.5 കപ്പാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണമാണ് എടുത്തേക്കുന്നത്. 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തേക്കുന്ന കടലമാവും ഈ ദോശമാവും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബോണ്ട പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി നമുക്ക് അതിനകത്തേക്ക് ബോണ്ട ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുമില്ല, ഇതിനൊരു മണം കിട്ടാനായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 4 മണിക്കൊക്കെ നമുക്ക് ചായയോടൊക്കെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മൾ ഈ ബോണ്ട ഞാനിവിടെ ദോശമാവിലാണ് ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. കടലമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം ചിലർ മൈദാമാവാണ് യൂസ് ചെയ്തുണ്ടാക്കുന്നത്. കടകളിലൊക്കെ മൈദാമാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണിത്. അപ്പോൾ നമ്മളെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിലിട്ടാണ് ഇത് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിന് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബോണ്ടയാണിത്. അപ്പോൾ നമ്മളൊരു 3 മുളക് ചട്നിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അത് പിരിയമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചൂടുവെള്ളത്തിട്ടൊന്ന് കുതിർത്തെടുത്തേക്കുന്നതാണ്. അതിലേക്ക് ഒരു സവാള വേണ്ട ഇത്രയും പുളിയും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്കൊരു താളിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.